ഭരണഘടനയേക്കാൾ വലുതാണ് മതം. ഹുസൈൻ സലഫി എന്ന് പറയുന്ന മുസ്ലിയാർ പറയുകയാണ്, ഈ പറയുന്ന ഫാത്തിമ തെഹ്ലിയ വിളക്ക് കത്തിച്ചതൊക്കെ വളരെ വലിയ തെറ്റാണ്. MLA ആയാലും മന്ത്രിയായാലും ശരി തന്നെ ഇസ്ലാമാണ് ആദ്യം, ഖുറാനാണ് ഏറ്റവും പരമപ്രധാനം, അത് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ ഭരണഘടനയും രാജ്യവും ഒക്കെ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ മന്ത്രി MLA ഒക്കെ ആവേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ അവര് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഭരണഘടനയ്ക്ക് അനുസൃതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ MLA മാർ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയാറ്. ഇപ്രാവശ്യം എനിക്ക് വലിയൊരു മാറ്റം തോന്നിയത്, മുസ്ലിം ലീഗിൻ്റെ MLA മാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അവരാരും അള്ളാഹുവിൻ്റെ നാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തത്, ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് ചരിത്രത്തിൽ ആദ്യമാണ് ശരിക്കും തവണ സംഭവിച്ചത്. ഇപ്പം ഈ പറയുന്ന സലഫി ഇയാൾ പറയുന്ന കാര്യത്തിൽ ഇയാൾ പറയുന്ന പ്രധാനമായിട്ട് എല്ലാ കാര്യങ്ങളും ആത്യന്തികമായിട്ട് മതമാണെന്നാണ്. അങ്ങനെ പറയുന്ന ഒരാൾ കേരളത്തിൽ മന്ത്രിയായിട്ടുണ്ട്. അയാളുടെ പേരാണ് ഷാജി എന്ന അയാളുടെ പേര്. അയാളാണ് പറഞ്ഞത് മതമാണ് 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 പ്രശ്നം, ഈ മതം തന്നെയാണ് പ്രശ്നം എന്ന് ധരിക്കുന്ന. ഇപ്പം മുസ്ലിം ലീഗിനകത്ത് പഴയ കാലത്ത് മുസ്ലിം ലീഗിനകത്ത് ആരുണ്ടായിരുന്നേ? കുറച്ച് സവർണ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിനകത്തേക്ക് അവരിൽ സ്വാധീനം ചെലുത്തിയിട്ട് അവർ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ചില പിന്നാക്കക്കാരെയാണ്. അവരെ സംരക്ഷിക്കാൻ വലിയ പരിശ്രമമാണ്. അപ്പം അതിനകത്ത് ഞാൻ പിന്നോക്കാരെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് PDP അതിനകത്ത് വരാം, ജമാഅത്ത് ഇസ്ലാമി അതിനകത്ത് വരുന്നുണ്ട്, സിമി അതിനകത്ത് വന്നിരുന്നു, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് വന്നിരുന്നു, SDPA ഉണ്ട്. ഈ പറയുന്ന ആളുകളുടെ നയപരിപാടികളും മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് മുസ്ലിം ലീഗിന്റെ പുതിയ സംഭവമല്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ അതിൻ്റെ ആദ്യകാലത്തെ പ്രസിഡന്റുമാരിലെ ഒരാളായിരുന്നു സീതി സാഹിബ്. അയാളായിരുന്നു പിന്നെ ആദ്യത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ തുപ്പിയൂരിച്ചൊരാളെ സ്പീക്കറാക്കിയത് 1960-കളിൽ. ഈ പറയുന്ന സീതി സാഹിബിന്റെ കൊണ്ടോട്ടിയിൽ വിഖ്യാതമായുള്ള പ്രസംഗമുണ്ട്. അയാൾ എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭാരതം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പാണ് അയാളുടെ പ്രസംഗം. അയാൾ പറഞ്ഞത് ഇന്ത്യ സ്വാതന്ത്ര്യമായി കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ് ഇന്ത്യ ഭരിക്കുക. ആരൊക്കെ ഹിന്ദുക്കൾ? മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേല്, ആചാര്യ കൃപലാനി, ജയപ്രകാശ് നാരായണൻ തുടങ്ങിയിരിക്കുന്ന ഹിന്ദുക്കളായിരിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ഭരണസാരഥ്യം വഹിക്കും. അങ്ങനെ വരുന്നത് ഒരിക്കലും മുസ്ലിമിന് അംഗീകരിക്കാൻ സാധ്യമല്ല. മുസ്ലിമിന് അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ രൂപീകരണത്തെ ഒരു പരിധി വരേക്കെങ്കിലും അംഗീകരിച്ച ആളുകളാണ് ഈ പറയുന്ന ലീഗിൻ്റെ ആളുകൾ. ഇന്നിപ്പോൾ സമാനം തന്നെയാണ്. ഇപ്പം ഇയാൾ പറയുന്ന വാക്ക് എങ്ങനെയാണല്ലോ, ഇയാൾ പറയുന്ന മതമാണ് വലുത്, ആ മതത്തിൻ്റെ വിശ്വാസമാണ് വലുത്, അള്ളാഹുവാണ് വലുത്, ഭരണഘടനയ്ക്ക് അതിനകത്ത് യാതൊരു സ്ഥാനമില്ല, നാടിൻ്റെ താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല, മതത്തിനാണ് പ്രധാനം. ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മുസ്ലിം സമുദായത്തെ മാത്രം നോക്കിയാൽ മതി, ഇവർ ക്രൈസ്തവ സമുദായത്തെ നോക്കണ്ട, ഇവർ ഹൈന്ദവ സമുദായത്തെ നോക്കണ്ട. ഇങ്ങനെ വലിയ കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്ന ഇതേപോലെയുള്ള മതതീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കേരളത്തിൽ വലിയ സ്പേസ് ഉണ്ട്. കേരളത്തിൽ എന്തും പറയാം. കേരളത്തിൽ ഈ മതതീവ്രവാദികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ഈ പറയുന്ന ആളുകൾ പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ ഷാജി ഇത് പറഞ്ഞില്ല, മതമാണ് മതമാണ് മതമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഷാജി കേരളത്തിൽ മന്ത്രിയാവില്ല. ഷാജിയെ പോലെ വേറെ പലരും ഉണ്ടായിരുന്നല്ലോ. പഴയ കാലത്ത് KT ജലീൽ ഉണ്ടായിരുന്നു. സംഗതി ശരിയാണ്, KT ജലീൽ സിമിയുടെ ആളൊക്കെയായിരുന്നു, വലിയ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളാണ്. യൂത്ത് ലീഗിനകത്ത് ഭാരവാഹിത്വം എടുത്തു, സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ സംസ്ഥാന പ്രസിഡന്റോ എന്തൊക്കെയായിരുന്നു അയാള്. പക്ഷെ ലീഗുകളെ കുഞ്ഞാലിക്കുട്ടികളെ കണക്കിലെടുക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ഭയം ഉണ്ടാവണം. ആ ഭയം ഉണ്ടായിരുന്നത് KT ജലീലിന് അന്ന് ഭയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ ഷാജിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള കാരണം ഈ പറയുന്ന ഭയമാണ്. മുസ്ലിം ലീഗിലുള്ള ആൾക്ക് പേടിയുണ്ട് മുസ്ലിം ലീഗിന്റെ. കാരണം അത് പലതരത്തിലും മുസ്ലിങ്ങൾ പലതരത്തിലാണ്. മുസ്ലിം ലീഗിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവർ പണത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം മദ്യവും മദിരാക്ഷിയൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അയാൾ പണത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. അതിൻ്റെ പേരിൽ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറയും അത് ഞങ്ങളുടെ തങ്ങൾ പറഞ്ഞോളും. ഈ തങ്ങൾക്ക് മറ്റേ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് തങ്ങളും ഈ രാഷ്ട്രീയമായിട്ടുള്ളത്. തങ്ങൾക്ക് ഈ പറയുന്നത് വസ്തുത, ഒരു വസ്തുതയെ സംബന്ധിച്ച് വിവരമുണ്ടെന്ന് ഞാൻ ധരിക്കുന്നില്ല. അങ്ങനെയുള്ള തങ്ങളുടെ മുന്നിലേക്ക് എല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് താൻ പറയുന്ന കാര്യങ്ങൾ പറയിപ്പിക്കുക. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി മനസ്സിൽ കാര്യം വിചാരിച്ചിട്ടുണ്ടാവും, ആരൊക്കെയാണ് മന്ത്രി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മന്ത്രി തീരുമാനിക്കേണ്ടത്, ഇത്യാദി കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം. അപ്പൊ ആ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി തങ്ങളോട് പറയുന്നു. തങ്ങൾ ആ സാധനം പുറത്തു വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളുടെ ഏക തീരുമാനമാണ്. ഇതാരെ തീരുമാനിക്കാൻ തങ്ങളാരാ? തങ്ങൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയ വിവരം ഇല്ലപ്പോ ആ മനുഷ്യന്. പുള്ളി ഒരു ഡിബേറ്റിന് തയ്യാറാവട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ തയ്യാറാവണമെന്ന് ഇയാളൊന്ന് പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ രാഷ്ട്രീയ വിവരം ഇല്ലാത്ത ആളാണ് കേരളത്തിലെ തങ്ങള്. അയാൾക്ക് വേണമെങ്കിൽ ബക്രീദ് എന്നാണെന്നുള്ളവരും അവിടെ നിലാവ് കണ്ടൊന്ന് നോക്കി പറയാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ റംസാന്റെ നിലാവ് നോക്കി പറയാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ആളുകളെ കയറ്റി അയക്കാനുള്ള താല്പര്യം ഉണ്ടാവും.
അതിൻ്റെ അപ്പുറത്ത് പാണക്കാട് തങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ വിവരമാണുള്ളത്? രാഷ്ട്രീയ വിവരം ഇന്നത്തെ തങ്ങളെ സംബന്ധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വങ്കത്വമാകുന്നത്. ഇപ്പൊ തന്നെ പറയാലോ, ഇപ്പൊ അള്ളാഹുവിന്റെ പേര് സത്യപ്രതിജ്ഞ മാറ്റിവെച്ചു. ഇക്കാലം അത്ര അവരങ്ങനെയാണല്ലോ ചെയ്തിരുന്നത്. ഇത്തവണ വേണ്ടാന്ന് വെക്കാൻ കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാന. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, തങ്ങളനുസരിച്ചു. തങ്ങൾ മിണ്ടിയില്ല, മറ്റുള്ള ആളുകൾ അതനുസരിച്ചില്ല. ഇതിന്റെ അപ്പുറത്ത് ഇതിനൊന്നും യാതൊരു പ്രാധാന്യം സംബന്ധിച്ചില്ല. ഇന്നിപ്പോ ഈ പറയുന്ന സലഫി എന്ന് പറയുന്ന മത തീവ്രവാദി, ഞാനയാളെ തീവ്രവാദി എന്ന് വിളിക്കുക, അയാൾ ഉദ്ദേശിക്കുന്നത് മതമാണ് പ്രധാനപ്പെട്ടതെങ്കിൽ ഇവിടെ മതമല്ല പ്രശ്നം. മതം ഒരു എണ്ണത്തിലും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മുമ്പിൽ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവരുടെ മതത്തെക്കാൾ വലുത് ഭരണഘടന തന്നെയാണെന്ന് തീരുമാനിക്കാൻ സാധിക്കണം. അല്ലാത്തവര് മന്ത്രിയാക്കരുത്. മന്ത്രിയാക്കാൻ അവർ മന്ത്രിയാവാൻ അർഹതയില്ല. ഈ പറയുന്ന ആളെ പിടിച്ചിട്ട് ജയിലിലാക്കണം, ഇയാളെ പിടിച്ച് അഴിയെണ്ണിക്കണം. ഇയാൾ വീണ്ടും സൗദി അറേബ്യ പറഞ്ഞു നോക്കട്ടെ, അവിടുത്തെ രാജാവിനേക്കാളും വലുത് ഞങ്ങളുടെ മതമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇയാൾ അഴിയെണ്ണും. എനിക്ക് ഒരു സംശയ കരുതലില്ല. ഇത് കൈക്ക് കേരളത്തിൽ പറയാൻ പറ്റും. കാരണം കേരളത്തിലാണ് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിൽ വരുന്നത് കേരളത്തിലാണ്. അതിനകത്ത് കേരളത്തിൽ രണ്ട് മുന്നണികൾ ഒരേപോലെയാണ്. UDF ഒരേപോലെയാണ്, LDF ഒരേപോലെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യം നാടിന്റെ താല്പര്യങ്ങളല്ല, മറിച്ച് നാടിനേക്കാൾ കൂടുതൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഇളക്കി വിടുക എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് അനുഭവം നമുക്കറിയാലോ, മുനമ്പത്തെ പ്രശ്നം. അതെ. മുനമ്പത്തെ എല്ലാവർക്കും പങ്കുണ്ട് ഇക്കാര്യത്തില്. വഖഫ് ബോർഡിന് പങ്കുണ്ട്, കേരളത്തിൽ ബിഷപ്പുമാർക്ക് പങ്കുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരെണ്ണത്തിൽ വായിച്ചിരുന്നു, ഒരു സമയത്ത് ഇയാളുടെ വരാപ്പുഴ ആർച്ച് ബിഷപ്പിന്റെ ആയിരുന്നു ആ പ്രോപ്പർട്ടി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടി പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുത്തു എന്നുള്ളത് വരുത്തി തീർക്കേണ്ടത് ബിഷപ്പിന്റെ പണിയാണെന്ന് പറയുന്ന പോലെ തന്നെ മതം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ വലിയ നിലയ്ക്ക് സ്വാധീനിക്കുന്നു. അത് പരിധി വിട്ട് അതിനകത്ത് ഇടപെടുന്നു. അത് രാജ്യ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല. ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഹിന്ദുക്കൾ പോലെ ചില ജാതികള്, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ താക്കോലന്വേഷിച്ചൊക്കെ പോകുന്നുണ്ടാവും. ഈ താക്കോലിന് ഹൈന്ദവ ജനത പുല്ലുവിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ ആരും അംഗീകരിക്കുന്നില്ല. സമാനമായുള്ള രീതിയിൽ തന്നെയാണ് മുസ്ലിം നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ, തങ്ങളുമാരും മുല്ലാക്കന്മാരും ഉസ്താദുമാരും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ മതമാണ് വലുത്, ഭരണഘടന ഞങ്ങൾക്കൊരു വിഷയമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെ കയ്യാമം വയ്ക്കാനുള്ള ധൈര്യം കേരളത്തിലെ സർക്കാർ കാണിക്കണം. അവർക്ക് ധൈര്യമായിട്ട് മതേതരത്വത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ചെയ്യേണ്ടത് ഈ പറയുന്ന കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്തുകയും അവരെ ജയിലിലാക്കണം. അല്ല, ഈ മുസ്ലിയാർ പറയുന്നതിനെ സ്വീകരിക്കുകയാണ് ലീഗിന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. ലീഗ് ഈ മുസ്ലിയാർ പറഞ്ഞത് അതേപടി നടപ്പിലാക്കാൻ പോകണം. കാരണം അവർക്ക് ഇവിടെ നടപ്പിലാക്കിയെടുക്കേണ്ടത് ഒരു ശരിയായ നിയമമാണ്. അല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന മുസ്ലിയാർ അല്ലെങ്കിൽ ഉസ്താദോ ഏത് അണ്ടർ അടകോടൻ ഏത് ആയിക്കൊള്ളട്ടെ, ഇത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഷാജി പോലെ മന്ത്രിമാരവിടെ ഉള്ളത്. അതെ. ഈ ഷാജിമാരുണ്ടല്ലോ അവിടെ, ഈ ഷാജിമാരെ നടപ്പിൽ വരുത്തും. മുസ്ലിം ലീഗിന് ദുർബലമായുള്ള നേതൃത്വമാണ്. അതിൻ്റെ തങ്ങൾ എന്ന് പറയുന്ന ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുള്ളിക്ക് കടലും കടലാടിയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരാളാണ് തങ്ങൾ. ഈ പറയുന്ന തങ്ങളെ കൊണ്ട് കാര്യങ്ങൾ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള കടുത്ത ഭാഷയിൽ ഷാജിമാര് ഉസ്താദുമാര് തങ്ങളുമാര് സംസാരിക്കുന്ന സമയത്ത്, മുസ്ലിയാർമാര് സംബന്ധിക്കുന്ന സമയത്ത് അത് ശരിയാണ്, എന്താ ഞങ്ങളുടെ നയതാണ് എന്ന് പറയാൻ മടി കാണിക്കാത്ത ആളാണ് ഇയാള്. ഈ പറയുന്ന തങ്ങളിൽ നിന്നും ഈ പറയുന്ന ഒരു ഗഡ്സും ഇക്കാര്യത്തിലില്ല. അത് വാസ്തവത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മതം തീരുമാനിക്കരുത്, മതമല്ല രാജ്യത്ത് തീരുമാനിക്കേണ്ടത്. ഇത്തരം കാലം അങ്ങനെയാണല്ലോ, ഓൾ ഇന്ത്യ നിലവാരത്തിലേക്ക് തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലപ്പാ. മതമല്ല തീരുമാനിക്കേണ്ടത്. ഇപ്പൊ പറയാലോ, ഇപ്പൊ ഈ മുസ്ലിങ്ങൾ സാധാരണ ഇപ്പൊ നരേന്ദ്രമോദിയോട് ചോദിച്ച് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട എത്ര പേര് MLA മാർ MP മാരുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ പറയുന്നു മുസ്ലിങ്ങൾ BJP യോട് നരേന്ദ്രമോദിയോട് സഹകരിക്കരുത്, നിങ്ങളാരും സ്ഥാനാർത്ഥികളാവരുത്. പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ടാവുക മുസ്ലിം ലീഗിന്, മുസ്ലിം ജനസാമാന്യത്തിന് ഇന്ത്യൻ ഭരണവർഗവുമായിട്ട് ബന്ധമുണ്ടാകണമെങ്കിൽ മുസ്ലിം ജനവിഭാഗം സ്വാഭാവികമായിട്ട് ഭരണകക്ഷിയായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം. അവർ രാഷ്ട്രീയം നോക്കരുത്. മതവും രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ല. അത് രണ്ടും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് മുസ്ലിം സമുദായത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പതനം സംഭവിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ചില നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ട് അതും ഇതൊക്കെ പറയുന്നുണ്ടാവും, പുറയിൽ നിന്നിട്ട് ചില ആളുകൾ ചിരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയാണെങ്കിലും വസ്തുത എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിം ഇതിൻ്റെ ദുരന്തം പേറുന്നവനാണ്, ഇതിൻ്റെ കഷ്ടപ്പാട് സഹിക്കുന്നവനാണ്. സാധാരണ ക്രിസ്ത്യാനി, സാധാരണ ഹിന്ദു, അവർക്ക് ഈ മതപുരോഹിതന്മാരുടെ വലിയ ചങ്ങലപ്പൂട്ടുകൾ കിടന്ന് ഞെരുവിരി കൊള്ളുന്നവരാണ്.
ഈ ചങ്ങലപ്പൂട്ടിൽ നിന്ന് ഇവർക്ക് മോചനമുണ്ടായിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിന് രക്ഷ കിട്ടില്ല. അത് ഹൈന്ദവ സമൂഹം കുറച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞത്. ഒട്ടും തിരിച്ചറിയാത്തൊരു സമൂഹത്തിൻ്റെ പേര് അത് ഇസ്ലാമിക സമൂഹം എന്നാണ്. അതിനകത്ത് മതമേധാവികളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെ മതമേധാവികൾ മതമല്ല രാഷ്ട്രീയത്തെക്കാൾ വലുത്, രാഷ്ട്രത്തെക്കാൾ വലുത് മതമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിച്ചി ചീന്താൻ വേണ്ടിയിട്ട്, അതിനെ വലിച്ചെറിഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ വലിയ പതനം സംഭവിക്കുന്നത് മുസ്ലിം സമുദായത്തിന് തന്നെയാണ് സംഭവിക്കുക. ഒരിക്കലും തീവ്രവാദം ഒരു മതപ്രസ്ഥാനങ്ങളെയും വളർത്താൻ സഹായിക്കില്ല. അത് മതപ്രസ്ഥാനത്തിൻ്റെ അധപ്പതനം, അതിൻ്റെ ശവപ്പെട്ടിയുടെ അവസാനത്ത് ആണിയടിക്കുന്നത് ഈ പറയുന്ന പുരോഹിത വർഗമായിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല.